മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം, നമുക്കിപ്പോൾ ഇങ്ങനെ ജീവനോടെ ഇരിക്കാനും കണ്ണുകൾ കൊണ്ട് കാണാനും ഇങ്ങനെ ഈ വചനം തിരുവചനം എന്ന് പറയുന്ന ശുശ്രൂഷ അത് നമുക്ക് കേൾക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കണം. കാരണം എനിക്കിപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കേൾവിക്ക് കുറവില്ല, എൻ്റെ കണ്ണുകൾ ഇപ്പോഴും കാണുന്നുണ്ട്, എനിക്ക് കാണാൻ അംഗവൈകല്യങ്ങളില്ല. അത് തന്നെ ഈശോ ഇങ്ങനെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നതും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അനുവദിക്കുന്നതുമെല്ലാം ഈശോ എന്നോട് കാണിക്കുന്ന വലിയൊരു കാരുണ്യമാണ്. തീർച്ചയായിട്ടും ഈശോ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വചനമാണ്. ആ വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ അകത്ത് 6-10 തുടങ്ങിയുള്ള വചനഭാഗങ്ങൾ ആത്മീയ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ കരുത്തുള്ളവരാകുക, എന്നിട്ട് പറയുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ സമരസഭയിലെ നമ്മൾ യുദ്ധം ചെയ്യേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലകളെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരൊറ്റ വചനമാണ് നമ്മളിന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വചനം ഇതാണ്, 6:17. വചനം എങ്ങനെയാണ്? രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ എന്നൊരു ആഹ്വാനമാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രക്ഷയുടെ പടത്തൊപ്പി അണിയുക. 2, ആത്മാവിൻ്റെ വാൾ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന യുദ്ധത്തിൽ, പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾക്കകത്ത് 2 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുകയാണ്. ഞാൻ എടുക്കേണ്ട ആത്മീയ ആയുധങ്ങൾ, 2 ആയുധങ്ങൾ. എന്താണ് ഈ രക്ഷയുടെ പടത്തൊപ്പി? രക്ഷയുടെ പടത്തൊപ്പി അതെന്താണ്? നമുക്കതിനെ 1-2 വചനങ്ങളിലൂടെ നമുക്ക് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അതിൻ്റെ 17. ഏശയ്യാ ബൈബിളുള്ളവർക്ക് നമുക്ക് എടുക്കാം. ഏശയ്യാ 59:17 വചനം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു. അങ്ങനെ തന്നെയാണ്, രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു എന്നാണ് ഏശയ്യാ 59:17 പറയുക. അപ്പോൾ രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറയുന്ന ഒരു പ്രയോഗം പഴയ നിയമത്തിലുണ്ട്. രക്ഷയുടെ പടത്തൊപ്പി അത് വീണ്ടും നമ്മൾ തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ 1 തെസ്സലോനി 5:8, 1 തെസ്സലോനി അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ അവിടെ വീണ്ടും പറയുകയാണ്, ഇതേ വചനം ആവർത്തിക്കുകയാണ്: പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി ധരിച്ച് സുബോധമുള്ളവരായിരിക്കുക. അവിടെയും ഒരു രക്ഷയുടെ പടത്തൊപ്പിയെക്കുറിച്ച് പറയുകയാണ്. എന്താണ് ഈ രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി? അതിൽ എന്താണ് രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറയുന്നത്? നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക? അങ്ങനെ പറഞ്ഞാൽ രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ ആദ്യം എന്താണ് രക്ഷ എന്ന് മനസ്സിലാക്കണം. രക്ഷയുടെ പടത്തൊപ്പി, നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്, ഇത് സെയിം ഹെൽമെറ്റ്. വണ്ടി ഓടിക്കുമ്പോൾ അപകടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പടത്തൊപ്പി. അത്ര നിസ്സാരമായ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ എന്താണ് ഈ രക്ഷ? രക്ഷ എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളിങ്ങനെ ചോദിക്കും, രക്ഷിക്കപ്പെട്ടവരാണോ എന്നൊക്കെ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ചോദിച്ചത് എന്താണ് ഈ രക്ഷ? കൃത്യമായ രീതിയിൽ സഭയുടെ പഠന പ്രബോധന സാൽവേഷൻ ഈസ് റിഡംഷൻ എന്നാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്. പെട്ടെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം ഞാൻ ഒരിടത്ത് വെച്ചു, ആ സാധനം എടുക്കുന്നതിന് അത് വീണ്ടും ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ പഴയ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് വീണ്ടെടുപ്പ്. രക്ഷ എന്നാൽ വീണ്ടെടുപ്പ്. അത് നമ്മൾ വചനത്തിൽ കാണുന്ന 1 പത്രോസ് 1:18 വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് എന്നാണ്. നശ്വരമായ സ്വർണ്ണ അല്ല കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള അമൂല്യ രക്തം. രക്ഷയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് അവിടെ വീണ്ടെടുക്കപ്പെട്ടത്. അമൂല്യമായ രക്തം കൊണ്ടാണ്. എന്താണ് ഈ വീണ്ടെടുക്കുക? പണ്ടുണ്ടായിരുന്ന ഒരു സ്ഥാനത്തേക്ക് ഞാൻ വീണ്ടും
തിരിച്ചു പോവുക. പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വീണ്ടും യാത്രയാവുക എന്നുള്ളതാണ് രക്ഷ, വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ പഴയ അവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് ചോദിച്ചേക്കട്ടെ. ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ, പ്രസാദവരത്തിൻ്റെ അവസ്ഥ, അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് എന്താണ് രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിച്ച്, ഇപ്പോഴും ഞാൻ ആ ആദ്യ മാതാപിതാക്കന്മാരുടെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പോയിട്ടില്ല. ആദ്യ മാതാപിതാക്കന്മാരുടെ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ രക്ഷാകര ചരിത്രം എന്ന് പറയാറുണ്ട്, രക്ഷാകര രഹസ്യം എന്ന് പറയാറുണ്ട്, അല്ലേ? ഈ രക്ഷാകര ചരിത്രം അല്ലെങ്കിൽ രക്ഷാകര രഹസ്യം എന്ന് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? പൂർണ്ണതയിൽ എത്തിയല്ലോ അച്ഛാ, കാരണം ഈശോ മിശിഹ പീഡ സഹിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു, അതാണ് അതിൻ്റെ മർമ്മം. ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ രക്ഷയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഈശോ മിശിഹയുടെ പീഡാനുഭവ മരണ ഉദ്ധാരം തന്നെയാണ്. ഈശോയുടെ കുരിശുമരണമാണ് രക്ഷയുടെ കേന്ദ്രം, മർമ്മം. പക്ഷേ ഇത് ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രത്തിലൂടെയാണ് ഞാനും ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ കാര്യം എന്താണ്? രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടു. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ കുറച്ചുകൂടെ ഈശോ പറയാണ്, സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ. ഈശോ തന്നെയാണ് രണ്ടും പറയുന്നത്. രാജ്യം വന്നു, രക്ഷിക്കപ്പെട്ടു. രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഈ രക്ഷ പൂർത്തിയാകുന്ന എപ്പോഴാണ്? ഈശോയുടെ രണ്ടാം വരവിലൂടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ നമ്മളിതിൻ്റെ അവിടെയാണ് ഞാൻ ആദ്യ മാതാപിതാക്കന്മാരുടെ അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അതേ കൃപയുടെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ആ സ്വർഗീയ അവസ്ഥ, അതാണ് സ്വർഗം. ദൈവമായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ അതേ മഹത്വത്തിലേക്ക് ഞാനും അതേ വിശുദ്ധിയിലേക്ക് ഞാനും ഇങ്ങനെ ചേർക്കപ്പെടുന്നൊരവസ്ഥ. ഇതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഈ കൃപയുടെ കീഴിലാണോ, അത് എന്നെ നയിക്കുന്നത് ഏത് ശക്തിയാണെന്നുള്ള ഈ കൃപയുടെ കീഴിലാണ് ഞാൻ ഭരിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവൻ തന്നെയാണ്. ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തവരോട് എനിക്ക് രക്ഷ തന്നു, അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനിത് അവകാശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഞാനിത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അതാണ്. രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഇത് ഞാൻ അവകാശപ്പെടുത്താൻ എന്ത് ചെയ്യണം? രക്ഷ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ അധികം വിശദീകരിക്കുന്നില്ല. ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ നമ്മളതിനെ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് വിശുദ്ധമായിട്ട് പരിശോധിച്ചാൽ ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണമാണ് എനിക്ക് രക്ഷ നൽകുന്നത്, സത്യം. പക്ഷേ അതല്ല എന്ന് വെച്ചാൽ സംശയം ഉണ്ടാകരുത്. ഈശോ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഈശോ മിശിഹ പീഡാനുഭവം എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സഹിക്കാനാവുന്നതിലധികം ശരീരത്തിൽ സഹിച്ച് ഈശോ നമുക്ക് രക്ഷ നേടുത്തുന്ന ആളാണ്. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ചാട്ടവാറടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചാട്ടയ്ക്ക് ഏതാണ്ട് 1.5 കിലോയോളം വെയിറ്റ് വരും. അതിന് പീലാത്തോസ് അതിൻ്റെ വിധിവാദം ഉച്ചരിക്കുന്നത് 40 അടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ 1.5 കിലോ വെയിറ്റിൽ ഒരു ചാട്ടയിൽ 6 തര നൂല് കിടക്കുകയാണ്. 6 നൂലുകളിൽ ഓരോന്നിൻ്റെ അറ്റത്ത് കൂർത്ത മുനകളുള്ള ഈയക്കട്ട, ഇരുമ്പ് കട്ടയാണ്, ഈ അസ്ഥികളുമാണ്. ഈ 6 എണ്ണത്തിൽ 10-32 എണ്ണം വരും. ഇതൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1.5 കിലോ വെയിറ്റുള്ള സാധനം ഒന്ന് വീണാൽ അവൻ തീരും. അതുകൂട്ട് 40 അടിയാണ് ചാട്ടവാറടിക്കകത്ത് മാത്രമുള്ളത്, ചമ്മട്ടി അടിക്കകത്ത് മാത്രമുള്ളത്. ഈശോയുടെ ജീവിതത്തിൽ ഈ കുരിശിൻ്റെ വഴിയിലേക്കുള്ള യാത്ര, സഹനമെന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിലും ഇതിനെ വിശദീകരിക്കാനോ വർണ്ണിക്കാനോ ആവുന്നില്ല. അവിടെയാണ് ഞാൻ വീണ്ടും പറയാണ്, ഈശോ അതിദാരുണമായ കുരിശിൽ സഹിച്ചതിൻ്റെ പേരിൽ അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. പിന്നെ എന്തിൻ്റെ പേരില്ല? ഈശോ സഹിച്ചത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും സഹിക്കാൻ, ഈ അതിദാരുണമായ രീതിയിൽ ഈശോ സഹിക്കാൻ
ഈശോയെ പ്രേരിപ്പിച്ച ഏക ഘടകം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിനോടുള്ള അവിടുത്തെ സ്നേഹമാണ്. ഈ സ്നേഹം മനസ്സിലാക്കുന്നതിൻ്റെ ഈ സ്നേഹം ഒരാൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ സ്നേഹം അറിയാതെ അവൻ എന്തുമാത്രം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ സ്നേഹം എന്ന് വെച്ചാൽ ഈ സഹനവും സ്നേഹവും അതിൻ്റെ മാക്സിമം എത്തിയതാണ് കുരിശിൽ. സഹനവും സ്നേഹവും അതിൻ്റെ മാക്സിമം എത്തിയതാണ് കുരിശിൽ. ഇതിനപ്പുറം മറ്റൊന്നില്ല. അവിടെയാണ് രക്ഷയുള്ളത്. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂർത്തിഭാവം, അതിന് പറയുന്ന പേരാണ് രക്ഷ. ഞാൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയുന്നത് എങ്ങനെയാണ്? ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അവെയർ ആകുന്നതിൻ്റെ അളവനുസരിച്ച്. ഈ സ്നേഹത്തെ ഇത്രയും എന്നെ സ്നേഹിക്കുന്നൊരു ഈശോ ആണല്ലോ, എൻ്റെ ഈശോ അത്രയും സഹിച്ചല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതാണ് വചനം റോമ 5:8 വചനം പറയുന്നത് എന്താണ്? നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ അവിടുന്ന് നമ്മോടുള്ള തൻ്റെ സ്നേഹം, അതാണ് രക്ഷിക്കുക എന്ന് പറയുക. ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹത്തെ, എൻ്റെ പാപത്തിന് പരിവേ മരിച്ചു എന്നുള്ള സ്നേഹത്തെ മനസ്സിലാക്കുന്നിടത്താണ് ഈ സ്നേഹം. അത് യോഹന്നാൻ 3:16 നമ്മളിപ്പോഴും പറയുന്നതാണ് അല്ലേ? തന്നെ വിശ്വസിക്കുന്ന ഒരു നശിച്ചു വന്ന് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്ന് വെച്ചാൽ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഏകജാതനെ നൽകാൻ തക്കവിധം. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ധ്യാനിക്കണം. ഈശോ പിതാവ് എവിടെയൊക്കെ പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അധിക സ്ഥലങ്ങളിലില്ല. ഉള്ളിടത്തെല്ലാം പിതാവ് പറയുന്ന ഒരൊറ്റ വാക്യമുണ്ട്. പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഈ പ്രിയപുത്രൻ്റെ ബന്ധമുണ്ട് ഈശോയും പിതാവും തമ്മിൽ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത്ര അഗാധമായ സ്നേഹം ഈശോയും പിതാവും തമ്മിൽ ഉള്ള സ്ഥലത്താണ് ആ സ്വന്തം മകനെ കൊല്ലാൻ കൊടുക്കുകയാണ്. എനിക്ക് ആർക്ക് വേണ്ടി? എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. നമുക്കിതിനെ ഭയങ്കര പാടാണിത് മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ നമ്മളിത് മനസ്സിലാക്കുന്ന അളവനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഈശോയോടുള്ള സ്നേഹം തിളച്ച് വരണം. കാരണം ഇത്രയും ഈ പിതാവിന് ഈശോയുടെ സ്നേഹം ഉണ്ടായിട്ട് ഈ ഈശോയെ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലാൻ കൊടുത്തത്? എന്നോടുള്ള സ്നേഹത്തെ പ്രതി. ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഈശോയുടെയും അതോടൊപ്പം തന്നെ പിതാവിൻ്റെയും ഒരു ബലിയായിരുന്നു കുരിശിൽ കണ്ടത്. പിതാവിൻ്റെ സഹനം അതിൻ്റെ അകത്തുണ്ട്. കാരണം ഇത്രയും സ്നേഹമുള്ളൊരു മകനെ എനിക്ക് വേണ്ടി, അത് പിതാവിന് എന്നോടുള്ള സ്നേഹം. ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. പിതാവിന് എന്നോടുള്ള സ്നേഹം കുരിശിൽ പ്രകടമാക്കുകയാണ്, സ്വന്തം മകനെ കൊടുക്കുകയാണ്. അതുതന്നെയാണ് ഈശോയും ചെയ്യുന്നത്. ഈശോ അതിദാരുണമായി ഇത് സഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹമാണ്. ഇതാണ് രക്ഷ. ഈ രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രക്ഷയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈശോ പാടുപീട സഹിച്ച് മരിച്ച് എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാത്താൻ എന്നെ തൊടാൻ പറ്റില്ല. അതാണ് രക്ഷയുടെ പടത്തൊപ്പി. സമര ആയുധമായിട്ട് പൗലോസ്ലീഹ പറയുന്നതാണ്, നിങ്ങൾ രക്ഷയുടെ പടത്തൊപ്പി ധരിക്കുക. ഇങ്ങനെ നീ വിശ്വസിച്ചിട്ടാണെങ്കിൽ നിന്നെ തൊടാൻ ഒരു പിശാചിനും. കാരണം ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ ബലം എൻ്റെ അകത്തുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ശക്തി എൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഒരു തിന്മയ്ക്ക്, ഒരു പൈശാചിക ശക്തിക്കും എൻ്റെ തൊടാൻ, എൻ്റെ ജീവിതത്തെ അധികാരപ്പെടുത്താനായിട്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഈശോ മിശിഹായുടെ പീഡാനുഭവം, മരണ ഉത്ഥാനത്തിൽ, അത് ഞാൻ ആ സ്നേഹത്തെ മനസ്സിലാക്കുക, ആ സ്നേഹത്തെ തിരിച്ചറിയുക, അതനുസരിച്ച് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അതാണ് രക്ഷയുടെ പടത്തൊപ്പി അണിയുക. ഒന്നാമത്തെ വചനമാണ് നമ്മളത് കണ്ടത്. നമ്മൾ ആദ്യത്തെ വചനം നമ്മൾ തൊടുത്ത Efesos 6:17 കണ്ട വചനത്തിൻ്റെ വിശദീകരണമാണ്. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും അടുത്ത എന്താണ്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. എന്താണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, വാൾ എന്താണ്? വാൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള സാധനമാണ്. ഈ ഹെൽമെറ്റ് പോലെ തന്നെ നമുക്ക് പരിചയമുള്ളതാണ് വാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാള് ഇങ്ങനെ അടുക്കളയിൽ പച്ചക്കറി അരിയാനല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുറിക്കാനല്ല. വാൾ ഇങ്ങനെ വീശാനായിട്ടുള്ള, അതിന് ഒത്തിരി നീളമുണ്ട്. ഒറ്റ വീശിന് ഒരുപാട് ഏരിയ നമുക്ക് കൈ കിട്ടും. വാൾ വീശാനായിട്ടുള്ളതാണ്, വെട്ടാനായിട്ടുള്ള വാൾ. വചനമാകുന്ന വാൾ അതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ആരെ വെട്ടണം? വചനമാകുന്ന വാൾ ഉപയോഗിച്ച് വെട്ടണം. ഞാൻ ആരെയാണ് വെട്ടണ്ടേ? ശത്രുവിനെ. ശത്രു ആരാണ്? ഒറ്റ ശത്രുവേ നമുക്കുള്ളൂ, പിശാചിനെ. അപ്പോൾ പിശാചിനെ വെട്ടാനായിട്ടുള്ള ഒരു ആയുധം പറയാണ് രക്ഷയുടെ പടത്തൊപ്പി. വചനമാകുന്ന വാൾ ഉപയോഗിച്ച് വെട്ടുക. നിങ്ങൾക്കറിയാം Eബ്രായർ 4:12 അത് ഇതുപോലെ തന്നെ ഒരു വചനഭാഗമാണ്.
ഹെബ്രായർ 4:12 വചനത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്താണ് വചനം? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വചനമാണ്. എന്താണ്? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ജീവനുള്ളതാണ് വചനം. 2 ഊർജം, പവർ, അതിന് പവറുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളത്. വചനം ഇരുതല വാളിനേക്കാൾ 2 സൈഡിലും മൂർച്ചയുള്ളതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും കാളം പോളം നമുക്ക് വെട്ടാം വചനം ഉപയോഗിച്ച്. എന്നിട്ട് പറയുന്നത് എന്താണ്? അതെന്താ ചെയ്യുന്നത്? ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി. ഓരോന്നിനും അർത്ഥമുണ്ട്. ചേതന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മലയാള പണ്ഡിതർക്ക് എന്താണ് ചേതന? ചേതനയിൽ വചനം തുളച്ചു കയറുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചേതന എന്ന് പറഞ്ഞാൽ എന്താണ്? ചേതന മനസ്സ്. പിന്നെ എന്താണ്? ചേതനയിലും ആത്മാവ്, മനസ്സിലും ആത്മാവിലും. ഇനി സന്ധിബന്ധങ്ങളിലും മജ്ജയിലും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരീരത്തിൽ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മേഖലയിലും ഉള്ള മുറിവിനെയും മനസ്സിൻ്റെ മേഖലയിലുള്ള മുറിവിനെയും ആത്മാവിൻ്റെ മേഖലയിലുള്ള മുറിവിനെയും ഉണക്കാൻ എന്തിനു പറ്റും? ഈ വചനത്തിന് പറ്റും. ശരീരം, മനസ്സ്, ആത്മാവ്. ഒരു മനുഷ്യനെ സമൂലമായിട്ട് എന്ത് ചെയ്യാണ്? വാക്യങ്ങൾ തുളച്ചു കയറി. അടുത്ത എന്താണ്? ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നു വചനം എന്ന് വെച്ചാൽ എൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്തൊരു വിചാരമുണ്ടായാൽ, അകത്ത് വചനമുള്ള ഒരാളാണെങ്കിൽ അത് പാപത്തിൻ്റെ വിചാരമാണോ പുണ്യത്തിൻ്റെ വിചാരമാണോ എന്ന് വിവേചിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അർത്ഥം. ഹൃദയത്തിൻ്റെ അകത്തൊരു വിചാരമുണ്ടായാൽ അത് പാപത്തിൻ്റെതാണോ പുണ്യത്തിൻ്റെതാണോ ആ വിചാരം, ആ നിയോഗം എന്ന് വിവേചിച്ചറിയാൻ അകത്ത് വചനമുണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ടാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ച എന്ന് പറഞ്ഞാൽ അവനെ തുടക്കത്തിലെ അശുദ്ധ വിചാരങ്ങളെ, പാപവിചാരങ്ങളെ വചനമാകുന്ന വാൾ ഉപയോഗിച്ച് വെട്ടുക. എന്ന് വെച്ചാൽ പിശാച് പ്രലോഭനം തരുന്ന എവിടെയാണ്? ഈശോയ്ക്ക് മരുഭൂമി പ്രലോഭനം ഉണ്ടായപ്പോൾ പിശാച് ഇങ്ങനെ ഒരു ചേട്ടായുടെ രൂപത്തിൽ, ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു എന്ന് ഈശോയോട് സംസാരിച്ചതാണോ? അല്ല. ഈശോയുടെ അകത്ത് ഉണ്ടായ ചിന്തകളാണ്. പിശാച് നൽകുന്ന ചിന്തയാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഒരു വ്യക്തിയായിട്ട് എന്ന് വെച്ചാൽ ഈ ചിന്തകളിലൂടെയാണ് പിശാച് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ്റെ പ്രലോഭനം. എല്ലാ പാവവും പ്രലോഭനങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ചിന്തകളിലാണ്. അപ്പം ഈ ചിന്തകളിലുള്ള പ്രലോഭനത്തെ വിവേചിച്ചറിയാൻ, അതാണ് വിചാരങ്ങളെയും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുക. ചിന്തകളിലുള്ള വിചാരങ്ങളെ വിവേചിക്കാൻ, തിരിച്ചറിയാനായിട്ട് വചനം അകത്തുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതാണ് ഇരുതല വാൾ. വെളിപാട് 1:16, വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വചനം. അതിങ്ങനെയാണ്: അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇരുതല വാൾ എന്നാണ്. വെളിപാട് 1:16 ഒരു വചനത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഇരുതല വാൾ എന്ന് വെച്ചാൽ വായിൽ നിന്ന് വരുന്ന എന്താണ്? വാക്ക്, വചനം. അതിന് ഇരുതല വാളെന്നാണ് പറയുക. അത്രയും പവർ. 2 കൊരിന്തോസ് 10 അതിൻ്റെ 4-ലും ഇത് 2 കൊരിന്തോസ് 10:4. 2 കൊരിന്തോസ് 10:4 പറയുകയാണ്: എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ സമരായുധങ്ങൾ ജഡികമല്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ദൈവത്തിൽ ശക്തം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വലിയൊരു സമരായുധമാണ് ഈ വചനം. വചനമാകുന്ന വാൾ ഉപയോഗിച്ച് നമ്മൾ പോരാടണം എന്നുള്ളതാണ്. വചനമാകുന്ന വാൾ, അത് ആത്മാവിൻ്റെ ഒരു വാളായിട്ടാണ് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. 1 യോഹന്നാൻ 2:14. 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം 1 യോഹന്നാൻ 2:14 വചനം യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാണ്. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. യുവാക്കന്മാരെ, നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. യുവാക്കന്മാർ ശക്തന്മാരാകാൻ കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിക്കുന്നു. ഈ വചനം അകത്തുണ്ടെങ്കിൽ ദുഷ്ടനെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. വചനം അകത്തുണ്ടെങ്കിൽ ദുഷ്ടൻ. ഇനി ഒരു വചനം കൂടെ, ലൂക്കാ 8:12 വചനം പറയുന്നത് ഇങ്ങനെയാണ്: ചിലർ വചനം ശ്രവിച്ചെങ്കിലും അതിൽ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു എന്നാണ്. ലൂക്കാ 8:12. അതായത് അവർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു?
പിശാച് വന്നിട്ട് ഈ വചനം എടുത്തു കളയണം. പക്ഷേ നമുക്ക് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടായപ്പോൾ ഈശോ ചെയ്തത് എന്താ? മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോയുടെ ജീവിതത്തിൽ പിശാചിന്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ ഈശോ ചെയ്തത് എന്താണ്? ലൂക്ക 4 എടുത്തു. ലൂക്ക 4 അതിൻ്റെ 4-ാമത്തെ വാക്യം. ഈശോയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളാണ് ലൂക്ക 4 നമ്മൾ കാണുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യം എന്താണ്? ലൂക്ക 4:4. യേശു അവരോട് പറഞ്ഞു, പ്രലോഭനമാണ് കേട്ടോ, ഈശോയെ കൊണ്ടേ പറഞ്ഞു. അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് ഈശോ എങ്ങോട്ട് നയിക്കുന്നത്? മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് തൊട്ട് മുമ്പ് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയെ പരിശുദ്ധാത്മാവ് ഒരാളെ പിശാചിൻ്റെ പ്രലോഭനത്തിന് വിട്ടുകൊടുക്കുമോ? അല്ലെങ്കിൽ അങ്ങോട്ട് നയിക്കുമോ? പിശാചാ വരുന്നത് എന്നാൽ പിശാചിന് കുറച്ച് പ്രലോഭനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നയിക്കുമോ? ഈശോ അങ്ങനെയാണല്ലോ വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈശോ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് നയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു പിശാച് ഇങ്ങനെ ഒരു വ്യക്തിയെ പോലെ വന്നു എന്നുള്ളതല്ല. പിശാച് വന്നാൽ ഈ പിശാച് ചിന്തകളിൽ വരുന്നത് ഇത് പിശാചാണ്, ഇത് പിശാചിൻ്റെ ചിന്തയാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായത് അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ ഈശോയ്ക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ ഈശോയ്ക്ക് വിശക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അത്തിവൃക്ഷത്തെ ഈശോ ശപിക്കുന്നത് എങ്ങനെ? ഈശോയ്ക്ക് വിശന്നപ്പോഴാണ്. രണ്ടിടത്ത് ഈശോയ്ക്ക് ഉണ്ടായത് ഒരേ വികാരമാണ്. മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോയ്ക്ക് വിശന്നു, അത്തിവൃക്ഷത്തിൽ ഈശോയ്ക്ക്. ഈ രണ്ട് വിശപ്പും ഒന്ന് നല്ലതായിരുന്നു, ഒന്ന് ചള്ളായിരുന്നു. ഇത് എങ്ങനെയാണ് ഈശോയ്ക്ക് മനസ്സിലായത്? അകത്ത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. ഏത് വിശപ്പ്, അത് ഏതാണ് അതിൻ്റെ കാരണം എന്ന് ഈശോയ്ക്ക് മനസ്സിലായത് അകത്ത് പരിശുദ്ധാത്മ. ഇനി ഈശോ ഓരോ പ്രലോഭനങ്ങളെയും, 3 പ്രലോഭനങ്ങളാണ്. ഈ ഓരോ പ്രലോഭനങ്ങളെയും ഈശോ ജയിക്കുന്നതെല്ലാം എങ്ങനെയാണ്? 4:4 ഈശോ വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സ്നേഹമുള്ളവരെ, ഞാനത് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4:14 വചനം എങ്ങനെയാണ്? യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഈശോ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക്. ആത്മാവിനാൽ നയിക്കപ്പെട്ട ഈശോ ഈ വചനം ഉപയോഗിച്ച് പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോ ആത്മാവിൻ്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് മടങ്ങി എന്നാണ്. ഈശോ ആത്മാവിനാൽ ശക്തിപ്പെട്ടത് എങ്ങനെയാണ്? വചനം ഉപയോഗിച്ച് അവൻ പ്രലോഭനങ്ങളെ അതിജീവിച്ചപ്പോൾ. നമ്മൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നത് കൊണ്ടാകുന്നില്ല, പരിശുദ്ധാത്മാവിൽ ശക്തിയുള്ളവരായി ഞാൻ മാറാത്തതിൻ്റെ കാരണം ഞാൻ ഈ പ്രലോഭനങ്ങളുടെ മുന്നിൽ വീണു പോകുന്നത് കൊണ്ടാണ്. എന്നാൽ ഈശോ ചെയ്തെന്താണ്? വെട്ടുകയാണ്. വചനമാകുന്ന വാൾ ഉപയോഗിച്ച് പ്രലോഭനങ്ങളെ വെട്ടിയപ്പോൾ, പിശാചിനെ വെട്ടിയപ്പോൾ അവൻ ശക്തനായി മാറി, ആത്മാവിൽ ശക്തിയുള്ളവനായി മാറി. ഉള്ളവരെ, ഈ വചനത്തിലൂടെ നിങ്ങൾ ആത്മാവിൻ്റെ രക്ഷയുടെ പടത്തൊപ്പി അണിയുക, വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, വചനമാകുന്ന വാൾ അത് പിശാചിനെതിരെ പോരാടാനായിട്ടുള്ള ആയുധമാണ്. ആ ആയുധം നമ്മൾ പ്രയോഗിച്ചാലേ ഞാൻ ശക്തിയുള്ളവരായി മാറൂ, ആത്മാവിൽ വളരൂ. തീർച്ചയായിട്ടും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നും ഞാൻ ഈ ആത്മാവിൻ്റെ വാൾ, വചനമാകുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കൃപയും വലിയ ആത്മീയ അനുഗ്രഹങ്ങളും ഈശോ നിങ്ങൾക്ക് നൽകും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.